ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവരുടേതായിട്ടുള്ള കുറേ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നുന്ന പെൺകുട്ടികളുടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ടൈപ്പിലുള്ള പെൺകുട്ടികൾ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. മീൻസ് എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളിൽ ഇഷ്ടമുള്ള കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അതായത് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരാളായിരിക്കണം. ഇപ്പൊ അവരുടെ മനസ്സിൽ ഇന്ന ക്യാരക്ടർ ഇന്നാൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു, ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ ഈ പറയുന്ന സ്വഭാവങ്ങളുള്ള ആൺകുട്ടിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് സാധാരണ പെൺകുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ അതെന്തൊക്കെയാണ് സ്വഭാവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സത്യസന്ധമായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ആൺകുട്ടികളെ പൊതുവേ എല്ലാ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇതിപ്പോ തിരിച്ചാണല്ലോ അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്ന ഓപ്പൺ മൈൻഡ് ഉള്ള പെൺകുട്ടികളൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ചതിക്കില്ല, വഞ്ചിക്കില്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെയാണ് പെൺകുട്ടികൾ വിചാരിക്കുക. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ആൺകുട്ടികളുണ്ട്, ഇപ്പോൾ ഒരു മാരേജ് ഒക്കെ ആയി എന്ന് വിചാരിക്കുക. അതായത് മാരേജ് ഒക്കെ ആവാനായി ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവർ മാരേജിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ ആൾക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും ഇയാൾ ചിലപ്പോൾ ഈ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നീട് ഒരു മാരേജിലേക്കൊക്കെ പോയി മാരേജ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടിക്ക് വിഷമാവും. അപ്പോൾ അത് അവർക്കിടയിൽ ഒരു വിള്ളൽ വരാനുള്ള സാഹചര്യം വരെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതായത് എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നീ എന്റെ ലൈഫിലേക്ക് വരാൻ എന്നായിരിക്കും അവർ പറയുണ്ടാവുക. അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ച് A to Z കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ആഫ്റ്റർ മാരേജ് ഒരു പ്രശ്നം അവർക്കടിൽ വരാനുള്ള സാധ്യതയില്ല. അവരും ഈ ഒരു പെൺകുട്ടിയെ ചതിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് തന്നെയാണ് പെൺകുട്ടികളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത്. സോ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നവരിലേക്ക് ഇവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് പോകാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവർ എന്നുള്ളതാണ്. അതായത് ഉറച്ച മനസ്സുള്ളവർ. ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും തളർന്നു പോവാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവരെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം ഒക്കെ അടുത്ത് കൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വയ്യാണ്ടാവും. അതായത് അത്രയും കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത്ര സ്ട്രോങ് അല്ലാത്ത കുറച്ച് ആളുകൾ. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും പെൺകുട്ടികൾ സ്നേഹിക്കില്ല എന്നുള്ളതാണ്. ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളവരായിരിക്കണം. ഒരു പ്രശ്നം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെ തട്ടി മാറ്റാൻ കഴിയുന്നവരായിരിക്കണം എന്നുള്ള, ഞാൻ ഒരിക്കലും സിനിമ സ്റ്റൈൽ പറയുന്നതല്ല കേട്ടോ. പൊതുവെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഭയങ്കര ശക്തി ഉണ്ടായിരിക്കണം എന്നൊന്നല്ല പറയുന്നത്. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ ടെൻഷൻ ആവരുത് എന്നുള്ളതാണ്. കൂളായിട്ട് നിന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയണം. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ കാണാനും ചെയ്യാനൊക്കെ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരിലേക്ക് പോസിറ്റീവ് വരും. അപ്പോൾ ഇവരുടെ ലൈഫ് ഭയങ്കര പോസിറ്റീവായ രീതിയിലായിരിക്കും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആവും വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന പോലെ വളരെയധികം പോസിറ്റീവ് മൈൻഡുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൺകുട്ടികളിലേക്ക് പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ആയിട്ട് പോകാറുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വഭാവം പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്കത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ക്യാഷിന്റെ കാര്യമാണെങ്കിലും അതല്ല നിങ്ങൾക്ക് പേഴ്സണൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കുക. പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുക. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. എപ്പോഴും ബാക്കിയുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ഏതൊരു കാര്യത്തിനും മറ്റുള്ളവർ ചെയ്തു തരട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ അവരോട് ഹെൽപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ചെയ്തു തരാനായിട്ട് ആജ്ഞാപിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആൺകുട്ടികളെയാണ് എപ്പോഴും പെൺകുട്ടികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും സ്ട്രെസ്സും ടെൻഷനും ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാനായിട്ട് പെൺകുട്ടികൾ ഇഷ്ടപ്പെടാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രെസ്സും ടെൻഷനൊക്കെ പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മളടുത്താവും തീർക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ബിഹേവിയർ കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അൺഹാപ്പി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുക സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ആ സന്തോഷം തല്ലിക്കെടുത്തുന്ന അവിടേക്ക് പോവാതിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ അതന്നെയാണ് ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നത്.
ഞാൻ ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് ഇരുന്നതിന് ശരിയാവില്ല. കാരണം ഇയാൾ എപ്പോഴും ഭയങ്കര ടെൻഷനിലിരിക്കുന്ന ആളാണ്, എപ്പോഴും ഭയങ്കര സ്ട്രെസ്സാണ്. ഇനിയിപ്പോൾ ഓഫീസിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വന്ന് തീർക്കും, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന സമയത്ത് എന്നോട് തീർക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ മൈൻഡിലുള്ള ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളുടെ അടുത്തേക്ക് പോവാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനോ അവർ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂളായിട്ട് എടുക്കാൻ, കൂൾ മൈൻഡോട് കൂടിയിട്ട് കാണാനും വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് പെൺകുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ടെൻഷനും സ്ട്രെസ്സും എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ പെൺകുട്ടികൾക്ക് ഇഷ്ടമാവില്ല എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ കുറച്ച് തമാശകളൊക്കെ പറയുന്ന, അതായത് മറ്റുള്ളവരുടെ കൂടെ എപ്പോഴും എൻജോയ് ചെയ്യാനൊക്കെ മനസ്സ് കാണിക്കുന്ന, എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെക്കുക. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ ഓഫീസിൽ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഓഫീസ് ടൈമിൽ ആ ഒരു ടെൻഷൻ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ, അതായത് ബാക്കിയുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈമിലോ അത് പ്രകടിപ്പിക്കാത്ത ഒരാളായിരിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉള്ള ആളുകളെയാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാധാരണ പെൺകുട്ടികൾ നോക്കുന്നതാണ്. ഇത്രയും സ്വഭാവങ്ങളുള്ള ആൺകുട്ടികൾ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ഇതല്ലാണ്ട് ഇതിൽ കൂടുതൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു 4 കാര്യങ്ങൾ മാത്രമുണ്ടെങ്കിൽ ആ ഒരു പയ്യൻ അല്ലെങ്കിൽ ആ ഒരു പുരുഷൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരാളെ മാത്രമേ പെൺകുട്ടികൾ സ്നേഹിക്കൂ എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. ഇങ്ങനെയുള്ള ആളുകളെയാണ് പൊതുവെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയല്ല, അപ്പോൾ നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആവണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് മാറണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആരും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വരുന്നില്ല. ഇനിയിപ്പോൾ ഒരാൾ സംസാരിച്ച് റിലേഷൻഷിപ്പ് ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോവുകയാണ്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിലുള്ള കുറച്ച് മിസ്റ്റേക്സ് കൊണ്ടാണ്. സോ അത് നമ്മൾ മാറ്റിയാൽ മാത്രമാണ് ഒരു നല്ല റിലേഷൻഷിപ്പ് വരിക, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുക, ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കി എടുക്കാനൊക്കെ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരണം, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാറ്റങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയിട്ട് ഒരു നല്ല ബന്ധമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്